പുതിയ ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ മടി കാണിക്കാതെ ലൈക്കും ചെയ്യണം. നേരെ കഥയിലേക്ക് കടക്കാം. ഭയപ്പെടുത്തുന്ന കഥയാട്ടോ. കഥയുടെ തുടക്കത്തിൽ തന്നെ ഈ കഥ നടക്കുന്നത് 1990 കാലഘട്ടത്തിലാണ്. ഇന്നെനിക്ക് 70 വയസ്സായി. എന്നിട്ട് പോലും ആ രാത്രിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നും എൻ്റെ ശരീരം വിയർക്കാൻ തുടങ്ങും. എൻ്റെ പേര് മോഹൻ. ഞാനൊരു ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറായിരുന്നു. അന്നൊരു ഡിസംബർ മാസമാണ്. പുതിയ സ്ഥലത്തേക്ക് ഡ്രൈവറായി സ്ഥലം മാറി വന്നിട്ട് ഇന്നത്തെ ആദ്യത്തെ ദിവസമാണ്. രാത്രി കറക്റ്റ് 9 മണിക്ക് തന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് എടുത്തു. ഞാനും കണ്ടക്ടറും കൂടി പലതും സംസാരിച്ച് യാത്ര ആരംഭിച്ചു. പല പല സ്റ്റാൻഡുകളിലും ബസ് നിർത്തും. അവിടെ ബസ്സിൽ നിന്നും 4-5 ആളുകൾ ഇറങ്ങും. കുറച്ചു പേര് സ്റ്റാൻഡിൽ നിന്നും ബസ്സിലേക്കും കയറും. അങ്ങനെ യാത്ര സുഗമമായി പോയിക്കൊണ്ടേയിരുന്നു. ബസ് മെല്ലെ മെല്ലെ പട്ടണം വിട്ടു തുടങ്ങി. വിജനമായ റോഡിലൂടെ സഞ്ചാരം ആരംഭിച്ചു. ഇപ്പോൾ ഞങ്ങൾ ബസ് എടുത്ത പട്ടണത്തിൽ നിന്നും അടുത്ത പട്ടണം വരെ എത്താൻ അതിൻ്റെ ഇടയിലൂടെ പാത ഒരു 100 കിലോമീറ്ററോളം വിജനമായ പാതയാണ്, കൂടാതെ വനവും. ഞാനൊരിക്കലും ഇതുപോലെയുള്ള വഴികളിലൂടെ ബസ് ഓടിക്കുമ്പോൾ അറിയാതെ പോലും ബസ് നിർത്താൻ നിൽക്കില്ല. കാരണം എനിക്കറിയായിരുന്നു, ഇങ്ങനെയുള്ള വഴികളിൽ ബസ് നിർത്തിയാൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന്. അത് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര ആരംഭിച്ചത്. പക്ഷേ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു, ഞാനിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന പോലെ എനിക്കവിടെ അത് സംഭവിക്കുമെന്ന്. ഞാൻ ബസ് ഓടിക്കുമ്പോൾ കണ്ടക്ടറുമായി പരസ്പരം പലതും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കണ്ടക്ടർ പറഞ്ഞു, ഞാൻ പോയി പുറകിലുള്ളവരുടെ ടിക്കറ്റ് എടുക്കട്ടെ. അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, എന്നാൽ പോയി ടിക്കറ്റ് എടുക്ക്. എന്തായാലും ഇനി വരാൻ പോകുന്ന വഴി വിജനമാണ്. നന്നായി ബസ് ശ്രദ്ധിച്ചു ഓടിക്കണം. ഇനി നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ബാക്കിയുള്ള യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ. അത് കേട്ട കണ്ടക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇതിനു മുന്നേയുള്ള ബസ് ഡ്രൈവറുടെ കൂടെ ഞാൻ ഒരുപാട് തവണ ഈ വഴി യാത്ര ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഒരിക്കൽ പോലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഈ വഴി യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിട്ടില്ല. അത് കേട്ട് ഞാൻ പറഞ്ഞു, ചില അപകടങ്ങൾ നമ്മളിൽ ആരെങ്കിലും വരാൻ കാത്തിരിക്കും. തൽക്കാലം നമുക്ക് നമ്മുടെ പണി ശ്രദ്ധിച്ച് ചെയ്യാം. അത് കേട്ട കണ്ടക്ടർ ചിരിച്ചുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ ബസ്സിൻ്റെ പുറകിലേക്ക് പോയി. അന്നത്തെ കാലത്ത് റോഡെല്ലാം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ് വളരെ സ്പീഡ് കുറച്ചാണ് ഓടിക്കാൻ കഴിയുകയുള്ളൂ. കുറച്ച് നല്ല റോഡ് വന്നാൽ പിന്നെ മുന്നിൽ കുണ്ടും കുഴിയുമായിരിക്കും. അവിടെ എത്തിയാൽ ബസ്സിൻ്റെ സ്പീഡ് കുറയ്ക്കണം. വീണ്ടും ആ കുഴിയിലൂടെ മെല്ലെ എടുത്ത് പതിയെ ആക്സിലേറ്റർ കൊടുത്ത് വേണം വണ്ടി വീണ്ടും എടുക്കാൻ. ഗവൺമെൻറ് ബസ്സിൻ്റെ കാര്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അതും അന്നത്തെ കാലഘട്ടത്തിൽ ചെറിയൊരു കുഴി വന്നാൽ തന്നെ ബസ് മുഴുവനും ഇളകും. മെല്ലെ മെല്ലെ റോഡ് മുഴുവനും വിജനമായി. വനപ്പാതയിലേക്ക് കടക്കുന്തോറും റോഡ് വളരെ മോശമായി തുടങ്ങി. എനിക്ക് ആ സമയത്ത് ശരിക്കും ദേഷ്യം വന്നു. ഇതുപോലൊരു വൃത്തികെട്ട റോഡിലൂടെ വണ്ടി ഓടിക്കാൻ എന്തിനെനിക്ക് ട്രാൻസ്ഫർ തന്നു? ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അവിടെയുള്ള റോഡുകളെല്ലാം ഇതിനേക്കാളും എത്രയോ നല്ലതായിരുന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇത് സഹിക്കാതെ? അങ്ങനെ മുന്നോട്ട് പോകുന്തോറും വനത്തിൻ്റെ ഭാഗങ്ങളിൽ പഴയ വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് കാണാമായിരുന്നു. വീണ്ടും മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു വലിയ ശബ്ദം കേട്ടു. എന്തോ ബോംബ് പൊട്ടുന്ന പോലെ. ആ ശബ്ദം കേട്ട് ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞതും ബസ് ഒരു സൈഡിലേക്ക് മുഴുവനായി ചെരിയാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ബസ്സിൻ്റെ ടയർ പൊട്ടിയതാണെന്ന്. ഞാൻ ബസ് ഉടനെ തന്നെ റോഡ് സൈഡിലേക്ക് മാക്സിമം ഒതുക്കി നിർത്തി. ബസ് നിർത്തിയതും കണ്ടക്ടറിൻ്റെ അടുത്തേക്ക് വന്നു. കണ്ടക്ടറുടെ അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ബസ്സിൻ്റെ ടയർ പൊട്ടിയതാണെന്ന് തോന്നുന്നു. ഉടനെ കണ്ടക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 ആൾക്കും ഇറങ്ങിച്ചെന്ന് നോക്കാം. അങ്ങനെ ഞാനും കണ്ടക്ടറും കൂടി ബസ്സിൽ നിന്നും ഇറങ്ങി. എന്തോ ഭാഗ്യത്തിന് കണ്ടക്ടറുടെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു. ബസ്സിൽ നിന്നും ഇറങ്ങിയതും കണ്ടക്ടർ ടോർച്ച് ഓണാക്കി ആ പ്രകാശത്തിൽ ബസ്സിൻ്റെ പുറകിലേക്ക് പോയി. ഞാനും അദ്ദേഹത്തിൻ്റെ പുറകെ പോയി. ഞങ്ങൾ പുറകിലെ ഒരു സൈഡിലെ ടയർ നോക്കി. ആ ടയറിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി നോക്കി. അപ്പോഴാണ് കാണുന്നത്, അപ്പുറത്തെ സൈഡിലെ 2 ടയറും ഒരുമിച്ച് പൊട്ടിയിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നും മനസ്സിലായില്ല. കാരണം ആദ്യമായാണ് 2 ടയറും ഒരുമിച്ച് പൊട്ടുന്നത്. സാധാരണ 2 ടയറും ഇങ്ങനെ സംഭവിക്കാറില്ല. ഏതെങ്കിലും ഒരു ടയറാണ് പഞ്ചറാവുകയോ പൊട്ടുകയോ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്ത് ചെയ്യാൻ പറ്റും? ഞാനും കണ്ടക്ടറും ഉടനെ തന്നെ ബസ്സിലെ യാത്രക്കാരോട് കാര്യം പറഞ്ഞു. പുറകിലെ 2 ടയറും പൊട്ടിയിരിക്കുകയാണ്. ഈ ടയർ മാറാൻ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾ എന്തായാലും ഈ ബസ്സിൽ തന്നെ ഇരിക്കണം. കാരണം പുറത്തേക്ക് ഇറങ്ങുന്നത് അതും ഈ രാത്രിയിൽ അത്ര നല്ലതല്ല. നമ്മളിപ്പോൾ ഉള്ളത് 2 പട്ടണങ്ങളുടെയും നടുക്കാണ്. ഇനി നിങ്ങൾ ഈ ബസ്സിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നാലും പിന്നോട്ട് നടന്നാലും അപകടം വിളിച്ചു വരുത്തും. അത് കേട്ടപ്പോൾ യാത്രക്കാരെല്ലാം പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. കാരണം എന്ത് ചെയ്യാൻ പറ്റും? വേറെ മാർഗമില്ലല്ലോ. കണ്ടക്ടർ ആ ബസ്സിലുള്ള ഒരു 3-4 പേരോട് താഴേക്ക് വരാൻ പറഞ്ഞു.
ബസ്സിൻ്റെ ടയർ മാറ്റാൻ നിങ്ങൾ കൂടി സഹായിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടയർ മാറ്റി ഇവിടുന്ന് പോകാം. അത് കേട്ടതും ആ ബസ്സിലുള്ള 6-7 ആളുകൾ ബസ്സിൽ നിന്നും ഇറങ്ങി ടയർ മാറ്റാൻ സഹായിക്കാൻ വന്നു. ആ ദിവസം നല്ല ഇരുട്ടായിരുന്നു. അമാവാസി രാത്രി ആയിരുന്നു എന്ന് തോന്നുന്നു. ആ കണ്ടക്ടറുടെ ആ ചെറിയ ടോർച്ചിൽ നിന്നും വരുന്ന പ്രകാശമല്ലാതെ വേറൊരു തരിവട്ടം പോലും അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് സമയം കടന്നുപോയി. സമയം കടന്നു പോകുന്തോറും ബസ്സിലുള്ള ആളുകൾക്കെല്ലാം ബോറടിച്ചു തുടങ്ങിയിരുന്നു. ബസ്സിലുണ്ടായിരുന്ന സ്ത്രീകളും കുറച്ച് വയസ്സായ ആളുകളും കുട്ടികളും ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഞങ്ങളും വിചാരിച്ചു ബസ്സിൽ ഇത്ര നേരം ഇരുന്നു കൊണ്ട് ബുദ്ധിമുട്ടായി കാണുമെന്ന്. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളും അതിനെക്കുറിച്ചൊന്നും അവരോട് പറയാൻ നിന്നില്ല. അവർ ബസ്സിൻ്റെ അടുത്തുകൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതിഭയങ്കരമായ ശബ്ദത്തിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന്. ആ കുട്ടിയുടെ ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ ടയർ മാറ്റുന്നത് അവസാനിപ്പിച്ച് പുറത്തിറങ്ങി നിന്ന ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അവരോട് ചോദിച്ചു, ഇത് ഏത് കുട്ടിയുടെ ശബ്ദമാണ്? അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങൾ അവരവരുടെ കുട്ടികളെ നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് അതിലൊരു സ്ത്രീ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എൻ്റെ കുട്ടിയെ കാണാനില്ല. അവൻ കുറച്ചു മുന്നേ മൂത്രമൊഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയതാണ്. പക്ഷെ അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അത് കേട്ടതോടുകൂടി എൻ്റെയും കണ്ടക്ടറുടെയും ആ ബസ്സിലുണ്ടായിരുന്ന മറ്റെല്ലാവരുടെയും കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ കുറച്ച് ദേഷ്യത്തിൽ തന്നെ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്താണോ ഇരുട്ടത്ത് കുട്ടിയെ ഒറ്റയ്ക്ക് വിടാൻ? നിങ്ങളും കൂടെ പോകേണ്ടതല്ലായിരുന്നോ? ഞങ്ങളിനി ടയർ മാറ്റണോ നിങ്ങളുടെ കുട്ടിയെ അന്വേഷിക്കണോ? ഞാൻ അത്രയും പറഞ്ഞതും ആ സ്ത്രീ പൊട്ടിക്കരയാൻ തുടങ്ങി. പിന്നെ ബസ്സിലുണ്ടായിരുന്ന കുറച്ച് പ്രായമായ ആളുകൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ കുട്ടിയെ അന്വേഷിക്കാം. ആ കുട്ടി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, അവനിവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അടുത്തേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? ആ കരച്ചിൽ ശബ്ദം പിന്നെ എവിടെ നിന്ന് വന്നു? ആ പയ്യൻ വല്ല അപകടത്തിലാണോ? അത് കേട്ടപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, ചിലപ്പോൾ അവൻ ഇരുട്ടത്ത് എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അവൻ കരഞ്ഞത്. നമുക്കെന്തായാലും എത്രയും പെട്ടെന്ന് അവനെ തിരയണം. നമ്മുടെ അന്വേഷണം വൈകിയതുകൊണ്ട് ഇനി ആ കുട്ടിക്ക് അപകടമൊന്നും സംഭവിക്കരുത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ആ കുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ആ ടയർ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കുട്ടിയെ തിരയാൻ ഏകദേശം 1 മണിക്കൂറെടുത്തു. അതുകൊണ്ട് തന്നെ ടയർ പൂർണ്ണമായും മാറ്റാനും സാധിച്ചില്ല. ടയർ മാറ്റാനും പറ്റിയില്ല, ആ കുട്ടിയെ കണ്ടെത്താനും കഴിഞ്ഞില്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ മാനസികമായി വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. ഞാൻ മനസ്സിലറിയാതെ വിചാരിച്ചു പോയി, ഇതെല്ലാം എൻ്റെ അനാവശ്യ ചിന്തകൾ കൊണ്ട് വന്നതായിരിക്കുമെന്ന്. കാരണം ഈ വഴിയിലേക്ക് ബസ് കയറിയപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ പല പല ചിന്തകളുമായിരുന്നു. എന്തോ മുന്നിലേക്ക് പോകുമ്പോൾ അപകടം വരാൻ പോകുന്നു എന്നൊരു തോന്നൽ. എന്തായിരുന്നു അങ്ങനെ തോന്നാൻ കാരണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ ആ കുട്ടിയുടെ അമ്മയും കുറ്റിക്കാടെല്ലാം വകഞ്ഞു മാറ്റി ആ കുട്ടിയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ കുട്ടിയുടെ കരച്ചിൽ പോലെ തന്നെ ആ കുട്ടിയുടെ അമ്മയുടെയും കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടത് ഞങ്ങളെല്ലാവരും ഓടി ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. ആ സ്ത്രീയുടെ അടുത്ത് ചെന്നതും ആ സ്ത്രീ കുറ്റിക്കാടിൻ്റെ ഇടയിലേക്ക് ഭയത്തോടു കൂടി നോക്കുന്നു. ഞങ്ങളും സ്ത്രീ നോക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയതും ഞങ്ങളെല്ലാവരും ഒരുപോലെ ഞെട്ടി. അവിടെ ചോരയിൽ മുങ്ങി ഒരു കുട്ടിയുടെ ചെറിയ കാല് മാത്രം കിടക്കുന്നു. ആ കാലിൽ ആ കുട്ടി ധരിച്ചിരുന്ന ചെരുപ്പുമുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീ വിറയ്ക്കുന്ന കൈകളോടെ അതിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ കുട്ടിയുടെ കാലാണ്. ആരാണ് എൻ്റെ കുട്ടിയെ ഇത്രയ്ക്കും വലിയ ക്രൂരത കാണിച്ചത്? ആരാണ് അവനെ കൊണ്ടുപോയത്? അവൻ്റെ മുറിഞ്ഞ കാല് എങ്ങനെ ഇവിടെ വന്നു? ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇപ്പോൾ ആ കുട്ടി ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന്. ഞങ്ങൾ അപ്പോൾ വിചാരിച്ചത് ഏതോ മൃഗങ്ങൾ വന്ന് ആ കുട്ടിയെ അപകടത്തിൽപ്പെടുത്തിയതായിരിക്കുമെന്നാണ്. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞാൽ ആ കുട്ടിയെ അപകടപ്പെടുത്തിയത് മൃഗങ്ങളല്ല, മറിച്ച് വേറൊരു സാധനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബസ്സിലുണ്ടായിരുന്ന പ്രായമായ ആളുകൾ പറഞ്ഞു, ഇനി ആരും ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകരുത്, ഒരുമിച്ച് നിൽക്കണം. ഇതുപോലെ ഒറ്റയ്ക്ക് പോയാൽ നമുക്ക് വീണ്ടും അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ അപ്പോൾ തന്നെ തീരുമാനമെടുത്തു, ഇനി ആരും ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. പാവം ആ കുട്ടിയുടെ അമ്മ അവിടുന്ന് വരാൻ തയ്യാറായിരുന്നില്ല. ആ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ കുറച്ച് കാട്ടിലേക്ക് പോയി എൻ്റെ കുട്ടിയെ അന്വേഷിക്കാം. ഉറപ്പായും എൻ്റെ കുട്ടി അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഞങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനി നിങ്ങൾ എവിടെ പോയിട്ടും കാര്യമില്ല, ആ കുട്ടി ജീവനോട് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ആ സ്ത്രീയോട് എന്തു പറഞ്ഞിട്ടും അവർ അംഗീകരിക്കുന്നില്ല. എന്ത് ചെയ്യാൻ, ഒരമ്മയുടെ വേദനയല്ലേ. പിന്നെ കുറച്ചു നേരമെടുത്തു അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഞങ്ങൾ ആ സ്ത്രീയെയും കൂട്ടി ബസ്സിലേക്ക് തിരിച്ചു വന്നു. ഇനി എത്രയും വേഗം ടയർ മാറ്റണം. ടയർ മാറ്റാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, നമ്മളിൽ നിന്നും ആരെങ്കിലും ഒരാൾ കുറച്ച് മുന്നോട്ട് പോയി ആരോടെങ്കിലും സഹായം ചോദിച്ചു വന്നാലോ? ഞാൻ ഈ കാര്യം കണ്ടക്ടറോട് പറഞ്ഞതും അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? ഇവിടെ എവിടെ പോയി സഹായം ചോദിക്കാനാണ്? നമ്മളിപ്പോൾ 2 പട്ടണങ്ങളുടെയും നടുവിലാണ്. ഇവിടെ നിന്ന് പുറകിലോട്ട് പോയാലും മുന്നോട്ട് പോയാലും
ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഇനി ഒരു 3-4 പേർ ഒരുമിച്ച് പോയി അന്വേഷണം നടത്തിയാലും ഒരു തുള്ളി വെള്ളം പോലും ഈ പരിസരത്തൊന്നും കിട്ടില്ല. അത് കേട്ടതും എനിക്ക് എന്തോ ഭയം കൂടി വരുന്ന പോലെ. ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഈ വഴികളിലൂടെ സഞ്ചരിക്കുന്നതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സഹായം കിട്ടുന്ന സ്ഥലം അറിയാതിരിക്കില്ലല്ലോ. അത് കേട്ടതും കണ്ടക്ടർ കുറച്ചു നേരം നിശബ്ദമായിരുന്നു, എന്തോ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ഒരു 40-50 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ പട്ടണം എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. ഇനിയൊരു സഹായം കിട്ടാനാണെങ്കിൽ അവിടുന്ന് കിട്ടുകയുള്ളൂ. പക്ഷേ ഈ രാത്രിയിൽ ഇത്രയും തണുപ്പത്ത് അവിടം വരെ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കേട്ട് ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു, ഇനി വേറെ മാർഗമില്ല, ടയർ മാറ്റുക തന്നെ, എന്നിട്ട് നമുക്ക് മെല്ലെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ നോക്കാം. അത് കേട്ട കണ്ടക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടയർ മാറ്റുന്നതിൻ്റെ അടുത്ത് കുറച്ച് ഉണങ്ങിയ മരക്കൊമ്പുകൾ വെച്ച് തീയിടാം. അപ്പോൾ കുറച്ച് പ്രകാശം കൂടുതൽ കിട്ടുകയും ചെയ്യും, തണുപ്പിൽ നിന്നും ഒരു ആശ്വാസമാവുകയും ചെയ്യും. ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തു. ഞങ്ങൾ തീയിട്ടു. ആ തീയുടെ പ്രകാശത്തിൽ ഞങ്ങൾ ആ ടയർ മാറ്റാൻ തുടങ്ങി. രാത്രി 10 മണിയായപ്പോഴാണ് ടയർ പൊട്ടിയത്. ഒരു 11 മണിയായപ്പോഴാണ് ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടത്. പിന്നെ 1 മണിക്കൂർ കുട്ടിയെ തിരയാൻ വേണ്ടി വന്നു. ഇപ്പോൾ ഏകദേശം 12 മണിയാകാറായി. തീ കൂട്ടിയതാണെങ്കിലോ പൂർണ്ണമായും കത്തിത്തീർന്നു. പിന്നെയും അവിടെ ഇരുട്ടായി. അതുകൊണ്ട് തന്നെ ടയർ മാറ്റാൻ പിന്നെയും സമയമെടുക്കുന്നു. ബസ്സിലിരുന്ന ആളുകളാണെങ്കിലോ ഒരുപാട് നേരമായതുകൊണ്ട് തന്നെ അവർക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അവർ ഞങ്ങളോട് ദേഷ്യപ്പെടാനും തുടങ്ങി. പക്ഷെ അവരുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. അതിൻ്റെ കൂടെ ആ കുട്ടിയുടെ അമ്മയുടെ കരച്ചിൽ, അതെല്ലാം കൊണ്ട് തന്നെ മാനസികമായി എല്ലാവരും തകർന്നിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഒരു അമ്മയുടെ വേദനയല്ലേ. ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ബസ്സിലുള്ള യാത്രക്കാർ ഞങ്ങൾ ടയർ മാറുന്നതിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കാൻ തുടങ്ങി, എപ്പോഴാണ് ശരിയാകുന്നത്, ഒന്ന് വേഗം മാറ്റുമോ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ടയർ മാറ്റാൻ ഇത്രയും മണിക്കൂറുകൾ എടുക്കുന്നതെന്ന്. ഇന്നത്തെ പോലെ എല്ലാ എക്യുപ്മെൻസൊന്നും അന്ന് ടയർ മാറ്റാനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും സമയം വൈകുന്നത്. അങ്ങനെ സമയം കടന്നുപോയി. ഭാഗ്യം, ടയർ മാറ്റിക്കഴിഞ്ഞു. ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ബസ്സിലേക്ക് കയറി. പക്ഷേ മനസ്സിൽ ആ കുട്ടിയുടെ മരണം അത് വല്ലാത്തൊരു വേദനയായി തന്നെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ബസ്സിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. യാത്രക്കാരെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അവിടെ പരിചയമില്ലാത്ത 2 പേർ വിചിത്രമായ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് വല്ലാത്തൊരു ഭാവത്തോടു കൂടി ഇരിക്കുന്നത് കാണുന്നത്. ഒരു വയസ്സായ സ്ത്രീയും ഒരു പുരുഷനും. എനിക്ക് വിചിത്രമായി തോന്നാനുള്ള കാരണം അവർ ഇട്ടിരിക്കുന്ന വസ്ത്രം മറ്റുള്ള ആളുകളുടേതുപോലെയല്ല. കണ്ണുകളാണെങ്കിലോ ഒരു സ്ഥലത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്നു, ഒരു തരി പോലും അനങ്ങുന്നില്ല. എന്തായാലും ഇവരെ ടയർ മാറ്റുന്ന സമയത്തൊന്നും പുറത്തെങ്ങാനും ഞാൻ കണ്ടില്ല. ഇവർ പെട്ടെന്ന് എവിടെ നിന്നാണ് വന്നത്? ഇതെല്ലാം ഞാൻ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് കണ്ടക്ടർ അങ്ങോട്ട് വന്ന് എന്നോട് പറഞ്ഞത്, ഒന്നാമതേ നമ്മൾ വൈകിപ്പോയി, ഇനി നിങ്ങൾ എന്ത് ചിന്തിച്ചിരിക്കുക. അത് കേട്ടതോടുകൂടി പിന്നെ ഞാൻ അവരെക്കുറിച്ച് ചിന്തിക്കാതെ ബസ് സ്റ്റാർട്ടാക്കി മെല്ലെ മെല്ലെ യാത്രയെ ആരംഭിച്ചു. പക്ഷേ എന്തോ എൻ്റെ ശ്രദ്ധ ഇപ്പോഴും ആ 2 പേരുടെയും അടുത്തേക്ക് പോകുന്നു. ഇവരെങ്ങനെ ഈ ബസ്സിലെത്തി? പെട്ടെന്നാണ് എൻ്റെ ചിന്തകളിൽ ആ കുട്ടിയുടെ കാര്യം ഓർമ്മ വന്നത്. ഇനി ഇവരെങ്ങാനുമാണോ ആ കുട്ടിയെ ക്രൂരമായി ഇല്ലാതാക്കിയത്? പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു, ഞാൻ എന്ത് ഭ്രാന്തായി ചിന്തിക്കുന്നത്. ഈ 2 പേർ ആ കുട്ടിയെ എന്തിനു കൊല്ലണം? ഇനി കൊന്നാൽ തന്നെ ആ കാല് മുറിച്ച് അവിടെ എന്തിനിടണം? എന്നാലും അവരിൽ 2 പേരിൽ ആ സ്ത്രീയെ ഞാൻ കാണുമ്പോൾ അവരുടെ കുറച്ചു മുടി പുറകിലേക്കും കുറച്ചു മുന്നിലേക്കും പാറിപ്പറന്ന് കിടക്കുന്നു. കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് നാളുകളായി കുളിച്ചിട്ടെന്ന്. അവരുടെ വസ്ത്രങ്ങൾ എന്താ വ്യത്യസ്തമായി ഇരിക്കാൻ കാരണമെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് രാജാവും രാജകുമാരിയും എല്ലാം ഇട്ടിരുന്ന മോഡലുള്ള വസ്ത്രങ്ങളാണത്. അതുമാത്രമല്ല, വസ്ത്രങ്ങൾ കണ്ടാൽ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാകും ആ വസ്ത്രം അലക്കിയിട്ട് ഒരുപാട് നാളുകളായെന്ന്. പിന്നെ എനിക്ക് മനസ്സിലാവാതിരുന്ന കാര്യം, ഞാനല്ലാതെയും ബസ്സിൽ ഒരുപാട് ആളുകളുണ്ട്, അവരാരും എന്തുകൊണ്ട് ഇവരെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴാണ് കണ്ടക്ടർ അങ്ങോട്ടേക്ക് വന്നത്. കണ്ടക്ടർ വന്ന ഉടനെ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ബസ്സിൽ ശ്രദ്ധിച്ചിരുന്നോ? 2 പ്രായമായ മുഷിഞ്ഞ പഴയ കാലത്തെല്ലാം ഉണ്ടായിരുന്ന മോഡൽ വസ്ത്രം ധരിച്ച 2 പേരെ? ഇവർ ഇതിനു മുന്നേ ഈ ബസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ആ ടയർ മാറ്റി അവിടുന്ന് ബസ് എടുത്തപ്പോൾ മുതലാണ് അവരെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ കണ്ടക്ടർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ബസ്സിൻ്റെ പുറകിൽ 2 പേര് ഇരിക്കുന്നുണ്ട്, ഒരു വൃദ്ധയായ സ്ത്രീയും ഒരു പുരുഷനും. മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ഒരുപാട് നാളായെന്ന് തോന്നുന്നു അത് അലക്കിയിട്ട്. അതുമാത്രമല്ല, അവരുടെ നോട്ടം ശ്രദ്ധിക്ക്, ഒരു ഭാഗത്തേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി പോലും ഒന്ന് അനങ്ങുന്നു പോലുമില്ല. അത് കേട്ട കണ്ടക്ടർ എന്നോട് പറഞ്ഞു, ശരി, ഞാനൊന്ന് പുറകിലേക്ക് പോയി നോക്കിയിട്ട് വരാം. അവരോട് ചോദിക്കാം, നിങ്ങൾ ആരാണ്, എവിടെന്നാണ് ഈ ബസ്സിൽ കയറിയതെന്ന്. അത് പറഞ്ഞുകൊണ്ട് ആ കണ്ടക്ടർ പുറകിലേക്ക് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അതിവേഗം തന്നെ ആ കണ്ടക്ടർ തിരിച്ചു വന്നു. അയാൾ അണയ്ക്കുന്നുണ്ടായിരുന്നു. മുഖത്ത് വല്ലാത്തൊരു ഭയം കാണാമായിരുന്നു. അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഞാൻ അയാളോട് ചോദിച്ചു,
എന്തു പറ്റി? നീ എന്തെങ്ങനെ ഭയന്നിരിക്കുന്നേ? അത് കേട്ട് കണ്ടക്ടർ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അറിയില്ല, അയാളുടെ വായിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഞാൻ അയാൾക്ക് എൻ്റെ സീറ്റിൻ്റെ അടുത്തിരുന്ന വെള്ളം എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ വെള്ളം കുടിക്ക്, എന്നിട്ട് സമാധാനമായിട്ട് പറ എന്താ സംഭവിച്ചതെന്ന്. അയാൾ ഉടനെ വെള്ളം വാങ്ങി 2-3 കവിൾ കുടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് നമ്മൾ ഈ സഞ്ചരിക്കുന്നത് ഒരു വലിയ അപകടം പേറിയാണ്. അത് കേട്ടത് ഞാൻ ചോദിച്ചു, എന്താ നീ അങ്ങനെ പറയാൻ കാരണം? എന്താ പ്രശ്നം? പറ. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ബസ്സിൻ്റെ പുറകിലേക്ക് ചെന്നപ്പോൾ അവിടെ ഇവർ 2 പേരും ഇരിക്കുന്നത് കണ്ടു. ഞാൻ അവരോട് സംസാരിക്കാൻ വേണ്ടി ചെന്നതും എൻ്റെ കണ്ണുകൾ അറിയാതെ അവരുടെ മുഖത്തേക്ക് പോയി. അവരുടെ മുഖം പകുതി ദ്രവിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, മുഖത്തെല്ലാം മണ്ണ് പറ്റിയിരിക്കുന്നു. അവരുടെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഒരുപാട് നാളായി മണ്ണിൻ്റെ അടിയിൽ കിടന്ന് എഴുന്നേറ്റ് വന്ന പോലെയാണ്. അതുമാത്രമല്ല, അവരുടെ മുന്നിലെ സീറ്റിലെ കുറച്ചാളുകൾ ബോധം നഷ്ടപ്പെട്ട പോലെയാണ് കിടക്കുന്നത്. കണ്ടക്ടർ ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതും എൻ്റെ ഭയം വർദ്ധിച്ചു. ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. കൈയും കാലുമാണെങ്കിൽ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു, ഇവരെ ബസ്സിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു. അത് കേട്ട കണ്ടക്ടർ എന്നോട് പറഞ്ഞു, എനിക്ക് ഉറപ്പാണ് അവർ ജീവനുള്ള മനുഷ്യരല്ല. കാരണം അവരുടെ മുഖത്തെ മാത്രമല്ല, കൈയിലെയും കാലിലെയും ശരീരഭാഗങ്ങൾ ദ്രവിച്ചു പോയിരിക്കുന്നു. പിന്നെ അവരുടെ ചുണ്ടുകളിൽ രക്തം ഒലിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാൻ പോയിട്ട് ആ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരികയായിരുന്നു. ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു, ചിലപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ടയർ പൊട്ടിയതും ആ കുട്ടിയുടെ കരച്ചിലും ഇത്രയും നേരം വൈകിയതും ഇതെല്ലാം അവർ കാരണമായിരിക്കുമോ? അത് കേട്ട കണ്ടക്ടർ പറഞ്ഞു, അതെ, എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. അപ്പോഴാണ് എനിക്ക് പണ്ട് എന്നോട് അപ്പൂപ്പൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ദുരാത്മാക്കൾ മനുഷ്യരൂപത്തിൽ വന്നാൽ ഒരിക്കലും നമുക്ക് അവരുടെ നിഴൽ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് കണ്ണാടിയിലും അവരെ കാണാൻ സാധിക്കില്ല. ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നതും ബസ്സിലുണ്ടായിരുന്ന പുറകിലേക്ക് കാണാൻ സാധിക്കുന്ന ഒരു കണ്ണാടി അത് ഞാൻ പുറകിലെ സീറ്റിലേക്ക് തിരിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചു നോക്കി അവരെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. ആ കാഴ്ച കണ്ട് എൻ്റെ കണ്ണ് തന്നെ തള്ളിപ്പോയി. അവിടെ ആ കണ്ണാടിയിലൂടെ ആരെയും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാനുടനെ കണ്ടക്ടറോട് പറഞ്ഞു, നീ മെല്ലെ ശ്രദ്ധിച്ചു നോക്ക്, ഇപ്പോഴും ആ 2 പേർ പുറകിലിരിക്കുന്നുണ്ടോ? നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അത് കേട്ട കണ്ടക്ടർ ഭയന്ന് മെല്ലെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നിട്ട് പറഞ്ഞു, അതെ, അവർ 2 പേരും ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനുടനെ കണ്ടക്ടറോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഈ കണ്ണാടിയിലൂടെ പുറകിലേക്ക് നോക്ക്. അത് കേട്ടതും കണ്ടക്ടർ ആ കണ്ണാടിയിലൂടെ പുറകിലെ സീറ്റിലേക്ക് നോക്കി. കണ്ടക്ടറും ആ കാഴ്ച കണ്ട് വിറച്ചുപോയി. കണ്ടക്ടർ എന്നോട് പറഞ്ഞു, ഇന്ന് നമ്മൾ വളരെ മോശപ്പെട്ട സ്ഥലത്ത് മോശപ്പെട്ട സമയത്ത് എത്തിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും നമ്മൾ? ചിലപ്പോൾ നമ്മളിനി ജീവനോടെ രക്ഷപ്പെടാൻ വഴിയില്ല. അത് പറഞ്ഞുകൊണ്ട് കണ്ടക്ടർ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇയാൾ ഇതുപോലെ ഭയന്നാൽ ഏത് നിമിഷവും അറ്റാക്ക് വരും. ഞാൻ കണ്ടക്ടറെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭയക്കരുത്, നമ്മൾ ഭയന്നാൽ നമ്മൾ 2 പേരും ഇവിടെ അവസാനിക്കും. നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരാൻ ബുദ്ധി കൊണ്ടെന്തെങ്കിലും ചിന്തിച്ചേ പറ്റൂ. ഇനി ഞങ്ങൾക്ക് ബസ്സിൻ്റെ പുറകിൽ പോയി ബാക്കിയുള്ളവരോട് സഹായം ചോദിക്കാനും പറ്റില്ല. കാരണം ആ പുറകിലിരിക്കുന്ന 2 ദുരാത്മാക്കൾക്കും എന്ത് തരം ശക്തിയാണുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. ഇനി എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ എനിക്കും കണ്ടക്ടറിനും മാത്രമേ ചെയ്യാനുള്ളൂ. ഞാനുടനെ കണ്ടക്ടറോട് ചോദിച്ചു, നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് 10-12 മിനിറ്റായി. നീ പറഞ്ഞില്ലേ പട്ടണം എത്തുന്നതിന് മുന്നേ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന്? നമ്മളിപ്പോൾ ആ പോലീസ് സ്റ്റേഷനുമായി എത്ര ദൂരത്തെ വ്യത്യാസത്തിലാണുള്ളത്? അത് കേട്ട ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞു, നമ്മളിപ്പോൾ ആ പോലീസ് സ്റ്റേഷനുമായി ഏകദേശം 35 മിനിറ്റിൻ്റെ ദൂര വ്യത്യാസത്തിലാണുള്ളത്. അത് കേട്ട് ഞാൻ പറഞ്ഞു, ആ 35 മിനിറ്റ് ഈ പ്രശ്നവും തലയിലേറ്റി നമുക്ക് ഈ ബസ് മെല്ലെ മെല്ലെ കൊണ്ടുപോയേ പറ്റൂ. ഞങ്ങൾ 2 പേരും ഇത് ചിന്തിച്ചുകൊണ്ട് മെല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ കണ്ണാടിയിലൂടെ പുറകിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. എങ്ങാനും ആ 2 പേരും എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നറിയാലോ. പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്, ഞാനെന്ത് ഭ്രാന്തനാണ്. ജീവനുള്ള മനുഷ്യരാണെങ്കിലല്ലേ കണ്ണാടിയിലൂടെ കാണാൻ സാധിക്കൂ, ഇല്ലാത്തവരെ എങ്ങനെ കാണാൻ സാധിക്കൂ? അതുമാത്രമല്ല, ആ ബസ്സിൽ വേറെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ ആ ബസ്സിലിരിക്കുന്നവർ. ആർക്കറിയാം ജീവനോടെ അവർക്ക് ഈ ബസ്സിൽ നിന്നും ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന്. കാരണം മുന്നോട്ട് പോയിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാനും കണ്ടക്ടറും വിചാരിച്ചതിനും അപ്പുറമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനുമായി ഏകദേശം 7 കിലോമീറ്ററിൻ്റെ ദൂരവ്യത്യാസത്തിലായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ സഞ്ചരിച്ച ആ ബസ്
എന്തിലോ തട്ടിയതുപോലെ നിന്നുപോയി എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ എൻജിൻ ഓണായിരുന്നു, ഹെഡ്ലൈറ്റ് ഓണായിരുന്നു. പക്ഷെ എത്രയോ തവണ ഗിയറിട്ട് ആക്സിലേറ്ററിൽ ചവിട്ടിയിട്ടും ബസ് ഒരടി മുന്നോട്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ബസ്സിന് എന്താ സംഭവിച്ചതെന്ന്. അപ്പോഴാണ് കണ്ടക്ടർ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും ഈ ബസ്സിന് എന്തോ ചെയ്തതാണെന്നാണ്. നമ്മളെ അവർ കൊല്ലും. അത് കേട്ട് ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പേടിക്കുകയല്ല വേണ്ടത്, ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യണം. ഞാൻ മെല്ലെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ബസ്സിൻ്റെ പുറകിലേക്ക് ചെന്ന് അവിടെ ഇരുന്നിരുന്ന യാത്രക്കാരോട് ഒന്നും സംഭവിക്കാത്ത പോലെ നോർമലായിട്ട് പറഞ്ഞു, ബസ്സിനെന്തോ പ്രശ്നമുണ്ട്. ഞാനും കണ്ടക്ടറും കുറച്ച് മുന്നിലേക്ക് പോയി എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് നോക്കാം. നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങി വന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. ഞങ്ങൾ പോയി ഉടനെ തന്നെ നിങ്ങൾക്ക് സഹായവുമായി വേഗം തന്നെ വരാം. അത്രയും സമയം നിങ്ങൾ ബസ്സിൽ സമാധാനമായിരിക്കും. ഞാനിതെല്ലാം പറയുമ്പോൾ എനിക്കറിയായിരുന്നു അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഞാനിവിടുന്ന് പോകുന്നതെന്ന്. പക്ഷേ ആ സമയത്ത് എനിക്ക് എൻ്റെ ജീവനായിരുന്നു വലുത്. ഇനി അവരെ എങ്ങാനും രക്ഷിക്കാൻ ഞാൻ അവിടെ നിന്നാൽ അതിൻ്റെ കൂടെ ഞാനും മരണപ്പെട്ടാലോ? കാരണം അപ്പോഴേക്കും എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ വിചാരിച്ചാലും എല്ലാവരെയും രക്ഷിക്കാൻ കഴിയില്ല എന്ന്. ഇനി ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഒച്ചയും ബഹളമുണ്ടാക്കി ആരെയെങ്കിലും വിളിക്കാൻ ശ്രമിച്ചാലോ? ആ വഴിയാണെങ്കിൽ വളരെ വിജനമാണ്. ആ പരിസരത്തെങ്ങും ഒരു മനുഷ്യനെ പോലും കാണാൻ കിട്ടില്ല. ഒരു സഹായവും ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കില്ല. അങ്ങനെ ഞാനും കണ്ടക്ടറും ഉടനെ തന്നെ ബസ്സിൽ നിന്നും ചാടിയിറങ്ങി. എത്രയും പെട്ടെന്ന് ആ ബസ്സിൽ നിന്നും നടന്നകലാമോ അത്രയും വേഗത്തിൽ തന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ പോലീസ് സ്റ്റേഷനിലെത്തണം. ഇനിയും ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്ററെങ്കിലും ഉണ്ടാകും. രാത്രി ഇപ്പോൾ ഏകദേശം 2 മണി ആകാറായി. ഞങ്ങൾക്കപ്പോൾ അറിയാമായിരുന്നു ഈ സമയം പിശാചുകൾക്ക് ശക്തിയേറുന്ന സമയമാണെന്ന്. ഞങ്ങളുടെ മനസ്സിൽ ആകെ ഒരു ചിന്തയേ ഉണ്ടായുള്ളൂ, എത്രയും പെട്ടെന്ന് ആ പോലീസ് സ്റ്റേഷനിലെത്തുക. തണുപ്പാണെങ്കിൽ അതികഠിനമായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര ആഗ്രഹിച്ചിട്ടും അതേ സ്പീഡിൽ നടക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ പരിശ്രമിച്ച് ആഞ്ഞ് നടക്കാൻ തുടങ്ങി. അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനിലെത്തിയ ഉടനെ ഞങ്ങൾ അകത്ത് കയറി പോലീസുകാരോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ, ഞങ്ങളുടെ ഒരു വാക്ക് പോലും അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചത് ഞാനും കണ്ടക്ടറും മദ്യപിച്ചിരുന്നു എന്നാണ്. പിന്നെ ഞങ്ങൾ ആ കുട്ടിയുടെ മരണവും ആ കുട്ടിയുടെ മുറിഞ്ഞ കാലിൻ്റെ ഭാഗം കണ്ടതുമെല്ലാം പറഞ്ഞപ്പോൾ അവർക്കും തോന്നാൻ തുടങ്ങി, ഇനി ബസ്സിൻ്റെ അകത്തെങ്ങാനും വല്ല സീരിയൽ കില്ലേഴ്സും ഉണ്ടാകുമോ? ഉടനെ പോലീസുകാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ രണ്ടുപേരും ഈ പോലീസ് സ്റ്റേഷനിലിരിക്കേ, ഞങ്ങൾ പോയി അന്വേഷിക്കാം നിങ്ങൾ പറഞ്ഞ പോലെ ആ ബസ്സിൽ ആ 2 പേർ ഉണ്ടോ എന്ന്. അതുകൂടാതെ പോലീസുകാർ പറഞ്ഞു, ബസ്സിന് എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ആണെങ്കിൽ അത് ഞങ്ങൾ നോക്കിക്കോളാം. ഇനി നിങ്ങൾ പറഞ്ഞത് നുണയാണെങ്കിൽ ബാക്കി ഇവിടെ വന്നിട്ട് കാണാം. ആ സമയത്ത് ആ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ഇൻചാർജ് ഒരുപാട് മദ്യപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഒരുപാട് തെറികൾ ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് പോലീസുകാർ ജീപ്പിൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയി. പോകുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ഇൻചാർജായ ആള് സ്റ്റേഷനിൽ ബാക്കിയുണ്ടായിരുന്ന പോലീസുകാരോട് പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾ വരുന്നവരെ ഇവരെ പുറത്തേക്ക് വിടരുത്. ഇനി ഇവരെങ്ങാനും പറഞ്ഞ കഥ വല്ല നുണയാണെങ്കിൽ ബാക്കി അപ്പോൾ കാണാം. അവർ പോയതിനു ശേഷം ഞങ്ങൾ 2 പേരും അവിടെ ബാക്കിയുണ്ടായിരുന്ന പോലീസുകാരുടെ കൂടെ ഒന്നും മിണ്ടാതെ ഇരിക്കാൻ തുടങ്ങി. ശരിക്കും അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ ഇൻചാർജായ പോലീസുകാരനെ പോലെ തന്നെ ഇവിടെയുള്ള മറ്റുള്ള പോലീസുകാരും ഒരുപാട് മദ്യപിച്ചിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞതും അവിടെ ബാക്കിയുണ്ടായിരുന്ന പോലീസുകാർ അവിടെ ബാക്കിയുണ്ടായിരുന്ന മദ്യക്കുപ്പികളെടുത്ത് മദ്യപിക്കാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി പോലീസുകാരും തളർന്ന് ഉറങ്ങാൻ ആരംഭിച്ചു. എനിക്കും കണ്ടക്ടറിനുമാണെങ്കിൽ ബസ്സിലെ ആളുകളെക്കുറിച്ച് ആലോചിച്ചിട്ട് വല്ലാത്ത ഭയമായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ബസ് കിടന്ന ഭാഗത്തേക്ക് തിരിച്ച് നടക്കാൻ ആരംഭിച്ചു. ആ സമയം ഏകദേശം രാത്രി 3 മണിയായി കാണും. പണ്ട് കേട്ടിട്ടുണ്ട് അപ്പൂപ്പൻ പറഞ്ഞത് രാത്രി 3 മണി വരെ പൈശാചിക ശക്തി ഉണ്ടാകുമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഈ വിജനമായ വഴിയിലൂടെ തിരിച്ച് ബസ് കിടക്കുന്ന ഭാഗത്തേക്ക് നടക്കാനെടുത്ത തീരുമാനം വളരെ തെറ്റായിപ്പോയെന്ന്. കാരണം ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ആ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് നടന്നതും പുറകിൽ നിന്നും ഒരു വിചിത്ര ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു, എവിടെ പോകുന്നു നിങ്ങൾ? ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആ ശബ്ദം കേട്ടതും വിറച്ചുപോയി. ഹൃദയമിടിപ്പ് കൂടി, കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ മരിക്കാൻ പോവുകയാണെന്നുള്ള തോന്നൽ ഞങ്ങൾക്കുണ്ടായി. കാരണം പുറകിൽ നിന്നും വന്ന ആ ശബ്ദം ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും ശബ്ദമായിരുന്നു.
പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ വിറയ്ക്കുന്ന കാലുകളോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ആ കാഴ്ച കണ്ടതും ഞങ്ങളുടെ ഹൃദയമിടിപ്പ് ഇരട്ടിച്ചു. ഇപ്പോൾ ഹൃദയം നിന്നുപോയി ഞങ്ങൾ മരിച്ചു വീഴുമോ എന്ന് പോലും തോന്നിപ്പോയി. കാരണം ഞങ്ങളുടെ മുന്നിൽ ആ വൃദ്ധനും ആ സ്ത്രീയും നിൽക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവർ ഞങ്ങളെയാണോ നോക്കുന്നത് അതോ വേറെ എവിടേക്കെങ്കിലും ആണോ എന്ന്. അവിടെയാണെങ്കിൽ നല്ല ഇരുട്ടാണ്. അതുമാത്രമല്ല അവർക്ക് ആ സമയത്ത് കണ്ണുകൾ തന്നെയില്ല. കണ്ണിൻ്റെ ഭാഗത്ത് കറുത്ത് കുഴിഞ്ഞിരിക്കുന്ന കുഴികൾ മാത്രം. പെട്ടെന്ന് അവർ വീണ്ടും പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് ഞങ്ങളെ പറ്റിച്ച് ഇവിടേക്ക് വന്നത് വലിയ തെറ്റായി പോയി. ഞങ്ങൾ അവിടെ വെച്ച് നിങ്ങളെ കൊല്ലേണ്ടതായിരുന്നു. നിങ്ങൾ എന്ത് വിചാരിച്ചു? ഈ പോലീസുകാരെ വെച്ച് ആ ബസ്സിലുള്ളവരെയെല്ലാം രക്ഷിക്കാമെന്നോ? ഒരിക്കലുമില്ല, അതൊരിക്കലും സാധിക്കില്ല. നിങ്ങൾ മറന്നുപോയോ? ഇന്ന് അമാവാസ്യ രാത്രിയാണ്. ഈ രാത്രി ഞങ്ങളുടേതാണ്. ഈ രാത്രി ഏത് മനുഷ്യനെ കിട്ടിയാലും അവരെ ഞങ്ങൾ കൊല്ലും. ഇന്നാ ബസ്സിൽ ഞങ്ങൾക്ക് ഒരുപാട് മനുഷ്യരെ കിട്ടി. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും കൊല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെ പോകും? ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വൃദ്ധനും ആ വൃദ്ധയായ സ്ത്രീയും ഭയപ്പെടുത്തുന്ന രീതിയിൽ ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് അവരുടെ രൂപവും ഭാവവും വീണ്ടും ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറാൻ തുടങ്ങി. പെട്ടെന്ന് അവർ രണ്ടുപേരും ഞങ്ങളുടെ മുന്നിലേക്ക് പാഞ്ഞെത്തി. എന്തോ എനിക്കറിയില്ല, ആ സമയത്ത് എൻ്റെ കാലുകൾ പിന്നിലേക്ക് വലിഞ്ഞു. അവർ വന്ന് കണ്ടക്ടറിൻ്റെ മുഖത്തടിച്ച് അയാളെ താഴെയിട്ട് പട്ടികൾ കടിക്കുന്ന പോലെ അയാളുടെ ശരീരത്തിലെ ഇറച്ചി കടിച്ചു പറിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങൾ എത്ര വിശദീകരിച്ച് പറഞ്ഞാലും അത് തികയില്ല. അത്രയും ഭയാനകമായ കാഴ്ചയായിരുന്നു അത്. ഇന്നും എൻ്റെ കൺമുന്നിൽ അതതുപോലെ തന്നെയുണ്ട്. അവർ കണ്ടക്ടറിൻ്റെ മേലേക്ക് വീണ് കടിച്ചു പറിക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് അയാളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. മെല്ലെ അയാളുടെ ശബ്ദം നിലച്ചു. ആ രണ്ടുപേരും ഒരുപാട് നാൾ വിശന്നിരുന്ന പോലെ പട്ടികളെപ്പോലെ ആ മനുഷ്യൻ്റെ ശരീരം വലിച്ചു കീറി കടിച്ചു പറിച്ച് കഴിക്കുകയായിരുന്നു. ഞാൻ അവിടെ തന്നെ നിന്ന് ഉറച്ചൊരു ശില്പം പോലെ അത് നോക്കി കാണുകയായിരുന്നു. ഞാൻ ആഗ്രഹിച്ചിട്ടും ഒരടി പോലും പിന്നിലേക്ക് വയ്ക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. കാല് ഭൂമിയിൽ ഉറഞ്ഞ പോലെയായിരുന്നു. എനിക്ക് ആ സമയത്ത് നന്നായിട്ട് അറിയാമായിരുന്നു അടുത്ത ഊഴം എൻ്റേതാകുമെന്ന്. അതുമാത്രമല്ല, ഞാനിവിടുന്ന് ഓടി രക്ഷപ്പെട്ടാലും ഇവരെന്നെ പിന്തുടർന്നു വന്ന് ക്രൂരമായി കൊല്ലും. അതെനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ എൻ്റെ ഊഴത്തിനു വേണ്ടി കാത്തിരുന്നു. പക്ഷെ പെട്ടെന്ന് അവിടെ ഒരു കാര്യം സംഭവിച്ചു. അത് സംഭവിച്ചതും അവിടെയെല്ലാം നോർമലായി മാറി. പോലീസ് വണ്ടി ശബ്ദമുണ്ടാക്കി പുറകിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ആ പോലീസ് ജീപ്പിൽ ഒരു പോലീസുകാരനെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ പോലീസ് സ്റ്റേഷനിലെ ഇൻചാർജായിരുന്നു. അയാളുടെ ശരീരവും ചോരയിൽ കുളിച്ചിരുന്നു. ആ പോലീസ് ജീപ്പിൻ്റെ വെട്ടം താഴെ കിടക്കുന്ന കണ്ടക്ടറിൻ്റെയും അവരെ കഴിക്കുന്ന ആ പിശാചുകളുടെയും ദേഹത്ത് പതിഞ്ഞതും പെട്ടെന്ന് അവർ എങ്ങോട്ടാണെന്നറിയില്ല അപ്രത്യക്ഷമായി പോയി. ആ പോലീസുകാരൻ അയാളുടെ ജീപ്പ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എത്രയും വേഗം ജീപ്പിലേക്ക് കയറി. നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ ഇവിടെ അപകടത്തിലാണ്. ഞാൻ ഉടനെ തന്നെ ആ പോലീസ് ജീപ്പിലേക്ക് ചാടിക്കയറി. ഞാൻ അകത്ത് കയറിയ പോലീസുകാരനെ നോക്കുമ്പോൾ അയാളുടെ വയറെല്ലാം കീറിയിരുന്നു. ആരോ മാന്തി പൊളിച്ച പോലെ. അയാളുടെ വയറിൽ നിന്നും ഒരുപാട് രക്തം വരുന്നുണ്ടായിരുന്നു. ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ കീറി മുറിച്ച പോലെയായിരുന്നു. അങ്ങനെ അയാൾ ഉടനെ തന്നെ ആ പോലീസ് ജീപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചാടിക്കയറി അവിടെ ഉണ്ടായിരുന്ന എല്ലാ മദ്യക്കുപ്പികളും എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. അതിനുശേഷം അയാൾ എന്നെ റൂമിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് പറഞ്ഞു, നിനക്ക് വല്ലതും അറിയാമോ? എത്ര വലിയ പ്രശ്നത്തിലായിരുന്നു നീയെന്ന്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാരും മരണപ്പെട്ടു. എനിക്കറിയില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എങ്ങനെയൊക്കെയോ ഞാൻ രക്ഷപ്പെട്ടു വന്നതാണ്. അതിനുശേഷം ആ പോലീസുകാരൻ ആ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന എല്ലാ വെള്ളവും എടുത്ത് അവിടെ ബോധം കെട്ട് കിടന്നിരുന്ന ബാക്കി പോലീസുകാരുടെ ദേഹത്തേക്ക് ഒഴിച്ച് അവരെ ഉണർത്തി. എന്നിട്ട് ആ പോലീസുകാരൻ മറ്റു പോലീസുകാരോട് പറഞ്ഞു, ഒരു കാരണവശാലും രാവിലെ ആകുന്നതുവരെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അത് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും സ്റ്റേഷനിലിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നും ഞങ്ങൾ ബസ് കിടന്ന ഭാഗത്തു നിന്നും പല ആളുകളുടെയും ഒച്ചയുണ്ടാക്കുന്നതും കരയുന്നതുമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവർക്കിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനു മുന്നേ ഒരു പ്രാവശ്യം സഹായിക്കാൻ പോയപ്പോൾ 4 പോലീസുകാരും ഇല്ലാതെയായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കണ്ടക്ടറും. നേരം വെളുത്തതും ഞാനും മറ്റുള്ള പോലീസുകാരും ആ ബസ് കിടന്ന ഭാഗത്തേക്ക് ഉടനെ തന്നെ പോയി. പോകുന്ന വഴിയിൽ കണ്ടക്ടർ കിടന്ന സ്ഥലത്തേക്ക് നോക്കി. അവിടെ അയാളുടെ ബോഡി കാണാൻ സാധിച്ചില്ല. ഒരു ഭാഗത്ത് ഒരുപാട് രക്തം തളം കെട്ടിക്കിടക്കുന്നത് മാത്രം കണ്ടു. ബസ്സിൻ്റെ അവിടെ എത്തിയപ്പോഴും അവിടെ ബസ്സും കാണാനില്ല, അതിലുള്ള ആളുകളെയും കാണാനില്ല. താഴെ പല ഭാഗത്തായി മനുഷ്യരുടെ വിരലുകളും കാലിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളും മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി
എത്ര ക്രൂരമായ മരണമാണ് അവർക്ക് സംഭവിച്ചതെന്ന്. ഇത്രയും ക്രൂരത കാണിച്ച ആ 2 പിശാചുകൾ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. പോലീസിനാണെങ്കിൽ ഇതിനെക്കുറിച്ചൊരു കേസ് എടുക്കാൻ പോലും പറ്റില്ല. കാരണം കഴിഞ്ഞ രാത്രി സംഭവിച്ചത് ഒരു പോലീസുകാരനും കൂടി അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ പോലീസുകാരൻ ഒരു സന്യാസിയെ അവിടേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് കഴിഞ്ഞ രാത്രി സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. അത് കേട്ട ആ സന്യാസി പറഞ്ഞു, നിങ്ങൾ എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. നിങ്ങളുടെ ബസ് ഏത് സ്ഥലത്ത് വെച്ചാണോ ടയർ പൊട്ടിയത് അവിടെയാണല്ലോ നിങ്ങൾ ഒരുപാട് നേരം ഉണ്ടായിരുന്നത്. അവിടുന്ന് തന്നെയല്ലേ ആ വൃദ്ധയായ സ്ത്രീയും പുരുഷനും നിങ്ങളുടെ ബസ്സിൽ കയറിയതും. അയാളത് എന്നോട് പറഞ്ഞതും ഞാൻ അയാളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വിസമ്മതിച്ചു. കാരണം എനിക്ക് നല്ല ഭയമായിരുന്നു, ഇനിയും അവിടെ ചെന്നാൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. അത് കേട്ട ആ സന്യാസി പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഇതുപോലെ അപകടം സംഭവിക്കില്ല. ഇതെൻ്റെ വാക്കാണ്. അത് കേട്ട ആ പോലീസുകാരനും എന്നോട് പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന്. പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ച് ഇവരെയും കൊണ്ട് ആ ടയർ പൊട്ടിയ സ്ഥലത്തേക്ക് പോയി. അവിടെ എത്തിയ സന്യാസി അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് കുറച്ചു നേരം കണ്ണടച്ച് നിന്നതിന് ശേഷം ഭയപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം. അത് കേട്ട ആ പോലീസുകാരൻ ചോദിച്ചു, എന്താ പറ്റിയത്? ഇവിടെ നിന്നുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. രാത്രി ഈ വഴി ആര് പോയാലും അവർക്ക് മരണം ഉറപ്പാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സന്യാസി പോലീസ് ജീപ്പിൽ കയറിയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കയറിയ ഉടനെ തന്നെ ആ സന്യാസി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ബസ്സിൻ്റെ ആ ടയർ പൊട്ടിയ സ്ഥലത്തിൻ്റെ കുറച്ച് സൈഡിലായി ഒരു വലിയ കുഴിയുണ്ട്. അത് കേട്ട പോലീസുകാരനും അത് ശരിവെച്ചു. അയാൾ പറഞ്ഞു, അതെ ശരിയാണ്, ആ കുഴിയിൽ നിന്നും ഒരുപാട് മനുഷ്യരുടെ ശരീരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനു മുന്നേ. പല പ്രാവശ്യവും ഞങ്ങളത് അന്വേഷിക്കാൻ അവിടെ ചെല്ലുമ്പോൾ ആ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും അവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഒരു തെളിവ് പോലും ഞങ്ങൾക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. അത് കേട്ട ആ സന്യാസി പറഞ്ഞു, ഇനി മുന്നോട്ട് പോകുമ്പോൾ എത്ര ശവശരീരങ്ങൾ അവിടെ കണ്ടെന്ന് പറഞ്ഞാലും അറിയാതെ പോലും ആ ഭാഗത്തേക്ക് പോകരുത്. അത് കേട്ട പോലീസുകാരൻ ചോദിച്ചു, ശരി, ആ 2 ആളുകൾ ആരാണ്? ആ 2 പേർ പഴയകാല നാട്ടുപ്രമാണിമാരെന്ന് പറയില്ലേ, അതുപോലെ. ആ കുഴിയുണ്ടല്ലോ, അവിടെ പണ്ട് ഇവരുടെ മാളികയായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഇവർ കിടന്നുറങ്ങുന്ന സമയത്ത് ആ വഴി പോയ കള്ളന്മാർ ആ വീട്ടിൽ കയറുകയും ഇവരെ 2 പേരെയും കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അവരുടെ ശവശരീരങ്ങൾ ആ വീടിൻ്റെ ഏതോ ഭാഗത്തായി കുഴിച്ചിടുകയും ചെയ്തു. അന്നു മുതലാണ് ഇവർ ദുരാത്മാക്കളായി ആ ഭാഗങ്ങളിൽ അലയാൻ തുടങ്ങിയത്. ആരാ വഴിയിലൂടെ വന്നാലും അവർ വിചാരിക്കുന്നത് ഇവരെ കൊന്ന ആ കള്ളന്മാരുടെ കൂടെയുള്ള ആളുകളാണെന്നാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. കുറച്ചു നാൾ ലീവ് എടുത്തു. പിന്നെ അസുഖമാണെന്ന് പറഞ്ഞു വരുത്തി കുറേ നാൾ അവധിയെടുത്ത് വീട്ടിലിരുന്നു. ആ സമയത്തെല്ലാം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എന്നും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. മിക്ക ദിവസങ്ങളിലും ആ കണ്ടക്ടറിൻ്റെ ആത്മാവ് എൻ്റെ സ്വപ്നത്തിൽ വരും. എന്നിട്ട് പറയും, ഒരിക്കൽ പോലും ഇനി നീ ആ വഴി പോകരുത്, ഒരു കാരണവശാലും ആ വഴി ബസ് ഓടിക്കരുത്, കാരണം അവരിനി കാത്തിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് സ്ഥലം മാറ്റം വാങ്ങി മാറി. പിന്നെ കുറച്ച് നാൾ കൂടി ജോലി ചെയ്ത് കഴിഞ്ഞ് എൻ്റെ റിട്ടയർമെൻ്റായി. പക്ഷെ ഇന്നും ആ ഭയപ്പെടുത്തുന്ന രാത്രി ഒരു തരി പോലും എനിക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഭീകരമായൊരു കഥയായിരുന്നല്ലേ. എന്തായാലും ഇത് കഥ മാത്രമാണ് കേട്ടോ. പല ആളുകളും കമൻറ്റ് ചെയ്യുന്നു ഇത് സത്യമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സത്യമാവുന്ന ഒരു കഥയായിട്ട്, ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് കണ്ടാൽ മതി. ലവ് യു ഓൾ, ബൈ.